സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും വീണ്ടും ജീസസ് വോയിസ് മെസ്സേജിലേക്ക് സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സദൃശ വാക്യങ്ങൾ 24-ാം അധ്യായം 10-ാം വാക്യം. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 24-ന്റെ-10 ഒരു അനിഷ്ട സമയത്തെക്കുറിച്ച്, അഥവാ നാം ആരും ആഗ്രഹിക്കാത്ത ഒരു കാലത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അത് കഷ്ടകാലമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കാലചക്രം മുന്നോട്ട് കറങ്ങുമ്പോൾ പല മനോഭാവങ്ങൾ, പല അനുഭവങ്ങളിലൂടെ ഉരുത്തിരിയുവാനിടയാകും. അതിൻ്റെ ഫലമായി ചിലർക്ക് നല്ല കാലം, ചിലർക്ക് സുഖകാലം, ചിലർക്ക് കഷ്ടകാലം, ചിലർക്ക് ശോധനകളുടെ, ചിലർക്ക് പരീക്ഷകളുടെ, ചിലർക്ക് ഭയങ്കരമായ അഗ്നി പരീക്ഷണങ്ങൾ. ഇങ്ങനെ മനുഷ്യ ജീവയാത്ര മുന്നോട്ട് പോകുമ്പോൾ പല കാലങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. പല കാലങ്ങളെ, നല്ല കാലം, സുഖകാലം, കഷ്ടകാലം, രോഗ അനുഭവിക്കുന്ന, വ്യാധികളിലായിരിക്കുന്ന, അനേകവിധമായ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് ജീവിതയാത്ര നയിക്കുന്ന അനുഭവങ്ങൾ. ഇതിൽ ഒരു കാലമാണ് കഷ്ടകാലം. ഈ കഷ്ടകാലത്ത് നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നാണ് ഇവിടെ പരിശുദ്ധാത്മാവ് ശലോമോൻ രാജാവിലൂടെ വെളിപ്പെടുത്തുന്നത്. ഈ കഷ്ടകാലത്ത് നാം തളർന്നു പോയാൽ, നാം കുഴഞ്ഞു പോയാൽ, നാം മടുത്തു പോയാൽ, നാം മുഷിഞ്ഞു പോയാൽ നമ്മുടെ ജീവിതം അവിടെ അവസാനിപ്പിക്കും, അഥവാ അവസാനിക്കും. ഇത് അനേകർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കഷ്ടകാലത്ത് അവരുടെ ജീവിതത്തെ അവസാനിപ്പിക്കുക എന്നുള്ളത്. ഇത് ദൈവഹിത പ്രകാരമുള്ളതല്ല. അതേ പ്രിയമുള്ളവരെ, കഷ്ടകാലത്ത് നാം ദൈവത്തിങ്കലേക്ക് തല ഉയർത്തിയാൽ, നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ, നാം ദൈവത്തിൽ ശരണപ്പെട്ടാൽ ആ വലിയ നഷ്ടത്തിൽ നിന്ന്, അഥവാ പ്രാണനഷ്ടത്തിൽ നിന്ന് നമുക്ക് വിടുതലുണ്ടാകും. കഷ്ടകാലം ഏതെങ്കിലും ഒരു മനുഷ്യന് മാത്രം നിയമിക്കപ്പെട്ടതല്ല. എല്ലാ മനുഷ്യനും, അഥവാ ഈ ഭൂമിയിൽ മനുഷ്യരായി ജീവിക്കുന്ന എല്ലാവർക്കും ഏതെങ്കിലും ഒരു കഷ്ടം, ഏതെങ്കിലും ഒരു സമയം വരിക സ്വാഭാവികമാണ്. അവിടെ നാം തകർന്നു പോകാനായിട്ട് പാടില്ല. സഹനത്തോടെ, അഥവാ സഹിഷ്ണുതയോടെ കഷ്ടതകളെ അഭിമുഖീകരിക്കുമ്പോൾ ഭാവി നന്മ നമ്മെ തേടി വരുവാൻ ഇടയാകും. എന്നും കഷ്ടതയായിരിക്കുകയില്ല, എന്നും കഷ്ടകാലമായിരിക്കുകയില്ല, എന്നും രോഗമായിരിക്കുകയില്ല, എന്നും ഈ വ്യാധി ഉണ്ടായിരിക്കുകയില്ല, എന്നും ഈ ശോധന ഉണ്ടായിരിക്കുകയില്ല, എന്നും ഈ പരീക്ഷയും, എന്നും ഈ അഗ്നി പരീക്ഷണവും, എന്നും ഈ കടഭാരവും ഉണ്ടായിരിക്കുകയില്ല. ഇതിനെല്ലാം ഒരു മാറ്റം വരും. ആ ഒരു കാലം നാം മനസ്സിൽ, ഭാവനയിൽ കണ്ടുകൊണ്ട് ശുഭപ്രതീക്ഷയോടെ ഓരോ ദിവസവും ദൈവകൃപയിൽ ശരണപ്പെടുകയും, ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും, ദൈവവചനത്തിലൂടെ ശുഭചിന്തകൾ നമ്മുടെ ഹൃദയത്തെ, അഥവാ ശുഭചിന്തകളാൽ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു പ്രകാശമായിരിക്കും. കാരണം ദൈവവചനം നമ്മുടെ കാലിന് ദീപമാണ്. അത് കൂരിരുളിൽ പ്രകാശിക്കുന്നതാണ്. അതേ പ്രിയമുള്ളവർ, കഷ്ടകാലത്തിൽ കുഴഞ്ഞ് പോകാനായിട്ട് പാടില്ല. അങ്ങനെയായാൽ
നമ്മുടെ ജീവിതം ഒരു നഷ്ടമായി തീരും, നമ്മുടെ ബലം നഷ്ടമായി തീരും. അതുകൊണ്ട് കഷ്ടകാലത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ, അതെ, ആ ചെങ്കടലിൻ്റെ മധ്യേ അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവർക്ക് വേണ്ടി അത്ഭുത വഴി ചെങ്കടൽ മധ്യേ ദൈവം തുറന്നതുപോലെ ദൈവത്തിലേക്ക് നോക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ ശരണപ്പെടാം. ആമേൻ, ആമേൻ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല,